നമ്മളിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഭാവിയാണ് ഇതിനെക്കൊണ്ട് തകരാറാവുന്നത്. ഇവിടെ ഒരു പ്രോപ്പർ കാഷ്വാലിറ്റി ഇല്ല. ഒരു എമർജൻസി വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പോലും ഇവിടെ ഇല്ല. ഒന്നും കളിയല്ല, കേട്ടു പല പല വാഗ്ദാനം. അധ്യാപകരെ നിയമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം 3-ാം ദിനം പിന്നിട്ടു. അനിശ്ചിതകാല സമരം ആരംഭിച്ച വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് കവാടത്തിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമര രംഗത്തിറങ്ങിയത്. സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപന നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപന നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല. അനധ്യാപകർ, പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുമില്ല. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനവുമില്ല. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി OPയുടെ ഉദ്ഘാടനം കൊട്ടിയാഘോഷത്തിൽ നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അത് നിശ്ചലമായി. മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് 10 വർഷമായി പണി കഴിഞ്ഞിട്ട് ഈ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഇതുവരെ ഇത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായിട്ടില്ല. നമ്മളിവിടെ 500-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ബേസിക് ഫെസിലിറ്റീസ് പോലും ഈ കോളേജിലില്ല. പേരിന് മാത്രം ഒരു OP തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു ഫെസിലിറ്റീസും ഇവിടെ ഇല്ല. IP 100 ബെഡുള്ള ഒരു IP തുടങ്ങി, പക്ഷെ അവിടെ രോഗികളില്ല. അതുപോലെ കാഷ്വാലിറ്റി ഇല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ആകെ 2 മെഡിക്കൽ കോളേജുകളാണ് ഹൈവേയുടെ സൈഡിലുള്ളത്. ഒന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ്, പിന്നെ ഒന്ന് ഈ പാലക്കാട്. ഇവിടെ ഒരു പ്രോപ്പർ കാഷ്വാലിറ്റി ഇല്ല. ഒരു എമർജൻസി വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പോലും ഇവിടെ ഇല്ല. എത്ര ആക്സിഡൻറ്റുകൾ ഈ ഹൈവേയുടെ സൈഡിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ആ രോഗികളെ ഇവിടുന്ന് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വരുന്നത്. തൊട്ട് മുമ്പിൽ ഈ ഒരു കോളേജ് ഉണ്ട്, പക്ഷെ ഇവിടെ സൗകര്യങ്ങളില്ല. ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകേണ്ട വരികയാണ്. അങ്ങനെ ഒരു അവസ്ഥ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിപ്പിക്കാൻ ആവശ്യത്തിന് ഫാക്കൽറ്റീസ് ഇല്ല, ഡോക്ടർമാരില്ല. മനസ്സിലായി? നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട ആ ഒരു ക്ലാസ്സുകളോ ബെഡ് സൈഡ് ക്ലാസ്സസോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ഒരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡില്ല. ഇവിടെ ജീവനക്കാരെ എടുക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ്. അവരെ എടുക്കുന്നു, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും വീണ്ടും റിന്യൂ ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഒരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡില്ല. നമ്മളിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഭാവിയാണ് ഇതിനെക്കൊണ്ട് തകരാറാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, XYZ ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ളത്. അദ്ദേഹം ഒരു ചേംബർ വിളിച്ച് ബന്ധപ്പെട്ട അധികാരികളെല്ലാം വിളിച്ചു കൂട്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് വേണം. ഇവിടുത്തെ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതി കൊണ്ടുവരണം. അത് യൂണിഫോമായിട്ട് നടപ്പാക്കണം. എല്ലാ കൊല്ലവും അത് തന്നെ നടപ്പാക്കുകയും വേണം. അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവിടെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ പരിഹാരങ്ങളും നമുക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. ഒരു പെർമനന്റ് സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ താൽക്കാലികമായിട്ട് നമ്മളെ ഇവിടുന്ന് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പഠിപ്പിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ജില്ലാ ആശുപത്രിയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. മനസ്സിലായില്ല? 500 കിടക്കുള്ള ജില്ലാ ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി, അതിലെ 2-3 കെട്ടിടങ്ങൾ പൊളിച്ചിട്ട് ഇപ്പോൾ അവർ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെ എണ്ണം കുറവാണ്. ആഴ്ചയിൽ ഒരു OT ആണ് നമ്മൾ മെഡിക്കൽ കോളേജിന് വേണ്ടി ഉള്ളത്. ശനിയാഴ്ച ഒരു ദിവസം മാത്രമാണ് ഓപ്പറേഷൻ നമുക്ക് കണ്ടുപഠിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഈ ഒരു ദിവസം ഏകദേശം 100ഓളം പിള്ളേരായിരിക്കും ആ ഒരു ഓപ്പറേഷന് ചുറ്റുമായിട്ട് ഇരിക്കുന്നത്. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.